Assalamu alaikum. So today we will be discussing about the last topic of your chapter in search of earth secrets. And last day I have taught you about the sustenance of soil and why soil is important, and the soil is getting perished nowadays, and what are the reasons for the soil to get perished. So the last topic is how can we conserve the soil, or what are the steps that should be taken for conserving the soil. And these are the major steps that you can take for the prevention of perishing of our soil. Soil perish ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. And first one is afforestation. So what is afforestation? The main thing that is a problem to soil is deforestation. I have told you in the last class about deforestation. So afforestation is just opposite to deforestation. Deforestation is the cutting down of trees. So afforestation is the planting of trees. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് afforestation. അപ്പോൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതായിരിക്കും deforestation. So first method through which we can conserve the soil is afforestation. Afforestation means to plant trees. Trees ഒക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് എന്തിൽ വരുന്നത്, afforestation. The second method is crop rotation. So what is crop rotation? So in an agricultural land, just think like we are cultivating wheat for a particular year. For a year wheat cultivate ചെയ്യുന്നുണ്ടെങ്കിൽ the next year we should cultivate some crops such as peas or something. Why? Because the fertility of the soil should be renewed every year. അങ്ങനെ ആ ഒരു ഫെർട്ടിലിറ്റി, ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി റിന്യൂ ചെയ്ത് അതിൽ നൈട്രജൻ ഫിക്സേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം? ക്രോപ്പ് റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ സെയിം ഒരു വെറൈറ്റി ഓഫ് ക്രോപ്പാണ് ഒരു ലാൻഡിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം? ക്രോപ്പ് റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യണം. സോ വാട്ട് ഈസ് ക്രോപ്പ് റൊട്ടേഷൻ? ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രാക്ടീസ് വെറൈറ്റി ഓഫ് ക്രോപ്സ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ് ലൈക്ക് എവറി ഇയർ. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രോപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി എന്ത് ചെയ്യണം? കൾട്ടിവേറ്റ് ചെയ്യണം. അതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് സ്റ്റഡീഡ് ദ ഫസ്റ്റ് മെത്തേഡ് ടു കൺസർവ് ദ സോയിൽ ഈസ് afforestation. Afforestation ആണ് ഫസ്റ്റ് മെത്തേഡ്. വാട്ട് ഈസ് afforestation? Planting of more trees are known as afforestation. And the second one is crop rotation. So what is a crop rotation? We have to change the crops in a particular field in every year. ഓരോ ഇയറിലും എന്ത് ചെയ്യുക? ക്രോപ്പിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. The third point is terrace farming along the hill slopes. Hill slopes എന്ന് പറഞ്ഞാൽ സ്റ്റീപ്പ് സ്ലോപ്സ് പോലുള്ളത് ഇറക്കമുള്ള ഏരിയയിൽ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുക? ടെറസ് ഫാമിംഗ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് ടെറസ് ഫാമിംഗ്? കട്ടിംഗ് ദ സ്ലോപ്സ് ഇൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർ ദി പ്രാക്ടീസിങ് ഓഫ് കൾട്ടിവേഷൻ ഓർ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീപ്പ് സ്ലോപ്സിനെ എന്തായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. സോ ടെറസ് ഫാമിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ സ്റ്റീപ്പ് സ്ലോപ്സ് ആകുമ്പോൾ ദർ ഇസ് എ ചാൻസ് ഫോർ സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ ഒരുപാടായിട്ട് എന്താണ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ വെൻ വി വിൽ ബി കൾട്ടിവേറ്റിംഗ് ഇൻ എ steep slope, what we have to do? We have to cut down the steeps into steps. Through that process we can conserve the soil, or we can protect the soil from getting soil erosion. അപ്പോൾ the third method is terrace farming along the hill slopes. That is, we need to cut the slopes into step by step to practice agriculture, and this one will prevent soil erosion. And next one is construction of check dams. Check dams should be constructed so that the deposition of soil can be happened. Soil deposition നടക്കാൻ വേണ്ടി എന്ത് കൺസ്ട്രക്ട് ചെയ്യുക? ചെക്ക് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക. And the fifth one is conservation of soil is essential for the sustenance of life. Also, we know that soil is a very important part of the surviving of human beings or plants or animals, whatever. For the survival we need land. നമ്മുടെ എർത്തിൽ നമുക്ക് എന്താണ്? ലാൻഡ്, വാട്ടർ, എയർ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലേ? ലാൻഡ്, വാട്ടർ, എയർ. അതിൽ ലാൻഡിൽ വരുന്നതാണ് നമ്മൾ എന്ത്? ഈ സോയിൽ നമ്മുടെ എന്ത് ആവശ്യത്തിന്? നമ്മുടെ സർവൈവലിന് ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ടെന്നാണ് എന്തെന്ന് പറയുന്നത്? സോയിൽ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി സ്റ്റെപ്സ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ടു കൺസർവ് ദി സോയിൽ. സോയിൽ കൺസർവ് ചെയ്യാൻ നമ്മൾ എടുക്കാനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണ്? First one is afforestation. Note down the points in your notebook. This is very important.
So first one is afforestation. So what is afforestation? Planting of more trees are known as afforestation. ഒരുപാട് ട്രീസ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? afforestation. Second one is crop rotation, which means we have to change the crops in a same field for for every year. എല്ലാ ഇയറിലും എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യണം? ക്രോപ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. And the third one is terrace farming along the hill slope. So the steep slope should be cut down into steps for the practicing of agriculture. Agriculture practice ചെയ്യാൻ എന്ത് ചെയ്യുക? സ്റ്റീപ്പ് സ്ലോപ്സിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെറസ് ഫാമിംഗ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. ചെക്ക് ഡാംസ് ഷുഡ് ബി ബിൽഡ് ടു increase the deposition of soil. Soilന്റെ deposition increase ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൺസ്ട്രക്ട് ചെയ്യണം? ചെക്ക് ഡാംസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ is conservation of soil is essential for the sustenance of life. Sustenance means survival of life. അപ്പോൾ ലൈഫ് സർവൈവൽ ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ എർത്തിൽ സർവൈവൽ നടക്കണമെങ്കിൽ എന്തായിരിക്കും ഇമ്പോർട്ടൻറ്റ്? ലാൻഡ്, എയർ ആൻഡ് വാട്ടർ. സോ വി ഹാവ് ടു കൺസേർവ് ദ സോയിൽ. സോയിൽ പെരിഷ് ചെയ്യുന്ന റീസൺസിന് എന്ത് ചെയ്യുക? അതിനെ ഇല്ലാതാക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസർവേഷൻ ഓഫ് സോയിൽ ചെയ്യുന്നത്. സോ that steps should be taken carefully in order to conserve the soil, which is very important for the sustenance of life. So I'll repeat. What are the steps to be taken to conserve the soil? First one is afforestation. Second one is crop rotation. Third one is terrace farming along the hill slopes. Construction of check dams, and the last one, conservation of soil, is essential for the sustenance of life. So in this chapter we have studied about the layers of the earth crust, core and mantle, and also we have studied about asthenosphere and lithosphere, and we have then later we have studied about soil and rocks. Rocks means we have studied about 3 varieties of rocks, that is igneous rock, sedimentary rocks, in metamorphic rocks, their formation and their prominent places along with their examples. And examples ഉൾപ്പെടെയാണ് പഠിച്ചത്. പിന്നെ എന്താണ് ലാൻഡിനെ പറ്റിയിട്ട്, what is soil, how soil is formed, what are the 3 what are the 3 forms of weathering in the 3 forms. The last one is conservation of soil. So that's it for today. Thank you.